Bismillahir Rahmanir Rahim. In the name of Allah, the Beneficent, the Merciful. Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah. As-salatu was-salamu ala rasulillah wa ala alihi wa ashabihi al-faizina billah amma ba'd. പ്രിയമുള്ളവരെ, കാത്തുകാത്തിരുന്ന ആ അതിഥി ഇന്ന് നമ്മിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ 2 മാസക്കാലമായി പ്രാർത്ഥനാപൂർവം മുസ്ലിം ലോകം പരിശുദ്ധ റമളാൻ എന്ന വിരുന്നുകാരനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലും തയ്യാറെടുപ്പുകളിലുമായിരുന്നു. അള്ളാഹുവിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ആനയിച്ചു കൊണ്ടുപോകുന്ന ഗ്രന്ഥങ്ങളെയും വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം ഏറെ ആദരിക്കുന്നവരാണ് സത്യവിശ്വാസികളായ നാം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിനെയും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുഗ്രഹീതമായ കഅബാലയത്തെയും റമളാൻ പുണ്യമാസത്തെയും നാം ജീവനതുല്യം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. മാനവ സമൂഹത്തിനാകെ വഴിവെളിച്ചമായി മാർഗദർശിയായി പരിശുദ്ധ ഖുർആൻ എന്ന അന്തിമ വേദഗ്രന്ഥം അവതരിപ്പിക്കാൻ അള്ളാഹു തീരുമാനിക്കുമ്പോൾ ആ അവതരണത്തിന്റെ ആരംഭം കുറിക്കാൻ പരിശുദ്ധ റമളാനിനെ തെരഞ്ഞെടുത്തു എന്നുള്ളത് ഒരിക്കലും യാദർച്ഛികമായിരുന്നില്ല. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ എന്ന അനുഗ്രഹീത മാസത്തിന്റെ മഹത്വവും പ്രഭാവവും നമുക്ക് പറഞ്ഞു തരികയായിരുന്നു പരിശുദ്ധനായ തമ്പുരാൻ. ഈ ലോകത്ത് നാം ചെയ്യുന്ന ഏത് അമലിനും നിശ്ചിതമായ പ്രതിഫലമുണ്ട്. അത് ചിലപ്പോൾ 10 ഇരട്ടിയാവാം, 100 ആവാം, 1000 ആവാം, അതിലേറെയാവാം. നിസ്കാരത്തിന്റെയും എഴുത്തിക്കാഫിന്റെയും ഖുർആൻ പാരായണത്തിന്റെയും ദാനധർമ്മങ്ങളുടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ഒക്കെ പ്രതിഫലങ്ങൾ എന്താണെന്ന് അള്ളാഹു അവന്റെ മലക്കുകൾക്ക് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നോമ്പ് കുല്ലു അമലി ഇബ്നി ആദമ ലഹു ഇല്ല സൗം ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി. നോമ്പിന്റെ പ്രതിഫലം എന്താണെന്ന് ലോകത്തൊരാളോടും അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. അളവറ്റ പ്രതിഫലം പരലോകത്ത് നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന ഏറെ പ്രതീക്ഷ നിർഭരമായ വാക്കുകളാണ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുക. എന്താണ് നോമ്പിന്റെ പ്രത്യേകത? നോമ്പ് ക്ഷമയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. നോമ്പ് എന്ന വാക്കിന്റെ പര്യായമായി ഖുർആൻ ഉപയോഗിക്കുന്ന പദമാണ് സ്വബർ അഥവാ ക്ഷമ. വസ്തഈനു ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും നിങ്ങൾ കരുത്താർജിക്കുക എന്നാണ് സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു തആല പറയുന്നത്. മനുഷ്യന്റെ ജൈവികവും അടിസ്ഥാനപരവുമായ ഭക്ഷണം, വെള്ളം, ഇതുപോലെയുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ത്യജിക്കുന്ന ത്യാഗിയായ ക്ഷമാശീലനായ മനുഷ്യനാണ് യഥാർത്ഥ നോമ്പുകാരൻ. നോമ്പ് അള്ളാഹുവിലേക്ക് മാത്രമല്ല, സൃഷ്ടികളിലേക്കും മനുഷ്യരിലേക്കും നമ്മെ അടുപ്പിക്കുന്ന മാസമാണ്. അള്ളാഹുവിന്റെ കാരുണ്യവും പാപമോക്ഷവും നരകവിമോചനവും പെയ്തിറങ്ങുന്ന മനോഹരമായ റമളാനിന്റെ ദിനരാത്രങ്ങളിൽ എഴുത്തിക്കാഫിരുന്നും ഖുർആൻ ഓതിയും നോമ്പെടുത്തും നിസ്കാരം നിർവഹിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകിയും ഇഫ്താറുകൾ ഒരുക്കിയും ഈ ലോകത്ത് നന്മകളുടെ വസന്തം തീർക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാണ്. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി ലൈലത്തുൽ ഖദർ പരിശുദ്ധ റമളാനിന്റെ ഏറ്റവും വലിയ മഹത്വം പോലെ നിലകൊള്ളുകയാണ്. 83 വർഷവും 4 മാസവും അത്രയും ആയുസ് ലഭിക്കുന്ന
എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും? എന്നാൽ 83 വർഷവും 4 മാസവും എടുക്കുന്ന ഇബാദത്തിനേക്കാൾ പ്രതിഫലമാണ് ഒരൊറ്റ രാത്രിയിലൂടെ, ലൈലത്തുൽ ഖദറിലൂടെ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ആത്മീയതയുടെ ഈ വസന്തകാലത്തെ നന്മകൾ കൊണ്ട് നമുക്ക് സമ്പന്നമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ ഒരുക്കുന്ന ഈ റമദാൻ വൈജ്ഞാനിക വിരുന്നിന്റെ 1-ാം ദിവസമായ ഇന്നത്തെ ചോദ്യം ഇതാണ്: നോമ്പിന്റെ പര്യായമായി ഖുർആൻ ഉപയോഗിച്ച പദം ഏതാണ്? എല്ലാവർക്കും നന്ദി. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.